ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 21. രാജാവിന് വിജയം നൽകിയതിന് കൃതജ്ഞത. 20-ാമത്തെ സങ്കീർത്തനം രാജാവിൻ്റെ വിജയത്തിന് വേണ്ടി ഉള്ള പ്രാർത്ഥനയായിരുന്നു. 21-ാം സങ്കീർത്തനം വിജയം നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. 21-ന്റെ 1 മുതലുള്ള വചനങ്ങൾ. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു. അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. അവൻ അങ്ങയോട് ജീവന യാചിച്ചു. അവിടുന്ന് അത് നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ. കർത്താവ് രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് രാജാവ് സന്തോഷിക്കുന്നത്. അവൻ്റെ ഹൃദയാഭിലാഷം അവിടുന്ന് സാധിച്ചു കൊടുത്തു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം നൽകി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 38-ാം അധ്യായം ഹെസക്കിയായുടെ രോഗശാന്തിയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. 38-ാം അധ്യായം. കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. ഹെസക്കിയ രാജാവ് സുഖപ്പെടുകയില്ല, മരണം വരിക്കും എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തപ്പോൾ അവൻ ഹൃദയവേദനയോടെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ അവന് ഉത്തരം ലഭിക്കുന്നുണ്ട്. നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു. നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ, നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസിറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഹൃദയവേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച ഹെസക്കിയായ്ക്ക് രോഗശാന്തി മാത്രമല്ല, തൻ്റെ രാജ്യത്തെ ദൈവം സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടെ ലഭിക്കുകയാണ്. അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു. അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ യാചനകൾ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുന്നില്ല. അവരുടെ ഹൃദയാഭിലാഷം ദൈവം സാധിച്ച് കൊടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. മക്കബായരുടെ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിലും ഇപ്രകാരം തന്നെ നാം വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വചനങ്ങൾ. ആ സേനാവ്യൂഹവും വിവിധ തരങ്ങളിലുള്ള ആയുധങ്ങളും ആനകളുടെ ഭീകരതയും ദർശിച്ച മക്കബിയൂസ് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. എന്തെന്നാൽ കർത്താവ് ആയുധങ്ങളാലല്ല, സ്വന്തം നിശ്ചയപ്രകാരമാണ് അർഹിക്കുന്നവർക്ക് വിജയം നേടിക്കൊടുക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. യൂദാസും അനുചരന്മാരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനെ നേരിട്ടു. കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് 35,000-ൽ കുറയാത്ത ആളുകളെ അവർ കൊന്നൊടുക്കി. ദൈവത്തിൻ്റെ ഈ പ്രത്യക്ഷമായ സഹായം അവരെ ആഹ്ലാദഭരിതരാക്കി. അപ്പോൾ ഏത് യുദ്ധസമയത്തും അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന എല്ലാ രാജാക്കന്മാരെയും അവരുടെ ഹൃദയാഭിലാഷങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുത്തു. അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. യൂദത്തിൻ്റെ പുസ്തകത്തിലും നമ്മൾ ഇപ്രകാരം വായിക്കും, ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ചത് കർത്താവാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും വിജയം നൽകുന്നത് ദൈവമാണ്. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു തരും. നമ്മുടെ യാചനകൾ ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കണം. തീർച്ചയായും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വചനം പറയുന്നത്. അതുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അവസരം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകും. അങ്ങനെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.